രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എന്ത് തീരുമാനിക്കുമെന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ KPCC പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിന് വരണമോ എന്നുള്ള കാര്യം വ്യക്തിപരമായ തീരുമാനമാണ്, അദ്ദേഹത്തിന് അത് തീരുമാനിക്കാം എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടാകില്ല എന്നുകൂടി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിജോ റോളൻസിലേക്ക് പോവുകയാണ്. രാഹുലിന്റെ അടൂരിന്റെ വീട്ടിന് മുമ്പിൽ നിന്ന് ലിജോ റോളൻസ് കൂടെ ചേരുകയാണ്. ലിജോ, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോട്ടിലാണ് പന്തിരിക്കുന്നത്. തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എടുക്കും. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് പുറപ്പെടാനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ ലിജോ? ജിൽസി, വെരി ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസങ്ങൾ ഏകദേശം ഒരു മാസക്കാലമായി ഈ പത്തനംതിട്ടയിലും സമീപ ജില്ലയിലുള്ള കൊല്ലത്തേക്ക് മാധ്യമപ്രവർത്തകർ എത്തുന്ന ഒരു പ്രധാന സ്ഥലമാണ് അടൂരിലെ ഈ രാഹുലിൻ്റെ വീടെന്ന് പറയുന്നത്. പ്രധാന ചോദ്യം ഇത് തന്നെയാണ്, രാഹുൽ ഇന്ന് സഭയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. സാധാരണയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉപയോഗിക്കുന്ന കാറ് ഇവിടെ തന്നെ കിടപ്പുണ്ട്. പക്ഷേ അതിൽ MLA ബോർഡോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ കാർ ഇവിടെ തന്നെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. രാവിലെ എത്തി സാധാരണ വീട്ടിൽ കോളിംഗ് ബെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഥകിൽ മുട്ടിക്കഴിഞ്ഞാൽ അമ്മയോ ആരെങ്കിലും വന്ന് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ നേരത്തെ തന്നെ എത്തിയതിന് ശേഷം ഇതുവരെയും ഈ വീട്ടിനുള്ളിൽ നിന്നും ആരെയും കണ്ടിട്ടില്ല. വീട് അടച്ച് ഇട്ടിരിക്കുകയാണെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പോലും കൃത്യമായി വ്യക്തമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി പറഞ്ഞിരുന്നതാണ് രാഹുലിന് തീരുമാനിക്കാമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വ്യക്തി എന്നുള്ള നിലയ്ക്ക് രാഹുലിന് തീരുമാനിക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസം 20-ാം തീയതിയോടുകൂടെയാണ് ഇത്തരത്തിൽ രാഹുലിന് എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വെളിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരികയും അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇവിടെ ഈ ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ടാണ് രാഹുൽ താൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദം രാജിവെക്കുന്നു എന്നുള്ളൊരു കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തത്. അതിന് പിന്നാലെ ഏകദേശം 25 ദിവസമാവുകയാണ്. ഇതുവരെയും കൃത്യമായി ഈ പരിപാടികളിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ പൊതുപരിപാടികളിലോ പാലക്കാട് തൻ്റെ നിയോജക മണ്ഡലത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ സ്വകാര്യ പരിപാടികളാണെങ്കിൽ പോലും ആളുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് രാഹുലിന് കഴിഞ്ഞിട്ടില്ല. ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ പത്തനംതിട്ടയിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ കളിയാക്കി പറയുന്നതും ഈ മറ്റ് അതായത് CPM BJP ഒക്കെ ഉൾപ്പെടെ പറയുന്നത് തന്നെയാണ് 25 ദിവസമായി രാഹുൽ വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന്, പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കൃത്യമായി രാഹുൽ സംസാരിക്കേണ്ട ആളുകളോടൊക്കെ സംസാരിക്കുകയും കഴിഞ്ഞ ദിവസമൊക്കെ ഈ സന്ദേശങ്ങൾ അയക്കുന്ന ഒരു സന്ദേശം അക്കാര്യങ്ങളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ രാഹുൽ എന്താണ് തീരുമാനിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്താണ് തീരുമാനിക്കുന്നത്? ഒരുപക്ഷെ പുലർച്ചെ തന്നെ ഇവിടെ നിന്ന് മറ്റൊരു വാഹനത്തിൽ തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ടോ, അതേ പോകുന്നില്ലയോ, എന്താണ് നിലപാട് സ്വീകരിക്കാൻ പോകുന്നത്? പ്രത്യേക ഒരു ബ്ലോക്കായി ഇരിക്കുക എന്നുള്ള ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുമോ? അക്കാര്യങ്ങളൊക്കെ തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. യെസ് ലിജു, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്നുള്ളതാണ് സഭ തുടങ്ങുന്നത് വരെയുള്ള ചോദ്യം. എത്തിയാൽ അദ്ദേഹം പ്രത്യേക ബ്ലോക്കാക്കി ഇരിക്കാനുള്ള തീരുമാനമൊക്കെ ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ നിരവധി വിഷയങ്ങൾ സർക്കാരിനെതിരെ ഉയർത്താൻ പ്രതിപക്ഷവും തയ്യാറെടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടിയാണ് നമുക്കിപ്പോൾ വിവരങ്ങളായി ലഭിക്കുന്നത്. യെസ് ലിജു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇന്ന് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വാഹനമടക്കം അവിടെ ഉണ്ട്. ഇനി എങ്ങനെയെങ്കിലും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ചിലപ്പോഴൊക്കെ ഈ ഒരു വിവാദം കത്തിപ്പടർന്ന് നിൽക്കുന്ന സാഹചര്യത്തിലൊക്കെ ഇടയ്ക്കൊക്കെ മാധ്യമങ്ങളോടൊരു പ്രതികരണം നടത്താറുണ്ട്. പക്ഷേ ഈ ഒരു നിയമസഭാ സമ്മേളനം ചേരുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സഭയിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും രാഹുൽ ഇതുവരെ നടത്തിയിട്ടില്ലേ? ജിൽസി, നമുക്ക് ഓർമ്മയുണ്ടാകും ചിലപ്പോൾ 2 ആഴ്ച മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പല മാധ്യമങ്ങളിൽ വാർത്തകൾ വരികയും രാഹുലിൻ്റെ വാഹനത്തെ പിന്നാലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ ഒരു വാഹനത്തിലായിരുന്നു അന്ന് യാത്ര ചെയ്തിരുന്നത്. MLA ബോർഡൊക്കെ വെച്ച് ഈ ഒരു വാഹനത്തിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ ആ വാഹനത്തിൽ MLA ബോർഡോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതെല്ലാം അഴിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതല്ലാതെ മറ്റൊരു വാഹനം കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഉള്ളതായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല തിരുവനന്തപുരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അതായത് 8 മണിക്ക് സഭയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പുലർച്ചെ തന്നെ ഒരു 5 മണിക്കോ അതിന് മുൻപേക്ക് പോയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അർദ്ധരാത്രി തന്നെ ഇവിടെ നിന്ന് വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായേക്കാം. ഇതുവരെയും കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇതുവരെയും കൃത്യമായൊരു മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ ഈ മാധ്യമങ്ങളെയൊക്കെ ഒന്ന് പറ്റിച്ചതുപോലെ വേണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിരുന്നു. ഈ ഫോണിൽ രാവിലെ തന്നെ വാട്സപ്പിൽ ഉൾപ്പെടെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ അതിലൊന്നും തന്നെ ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല. ഈ കാണുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ആ ഓഫീസിൻ്റെ ഡോർ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് സാധാരണ ആളുകളൊക്കെ വരുന്നത്.
വരുന്ന സമയത്ത് കാണുക. കഴിഞ്ഞ തവണ വന്ന സമയത്തും പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാന പൂജാമുറിയുടെ ഭാഗം ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ മുന്നെയൊക്കെ ഇവിടെ വന്നപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമല്ലായിരുന്നു. അപ്പോൾ ഒരു സംശയമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കുടുംബവും ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ സാധാരണ അമ്മ പുറത്തേക്കൊക്കെ ഇറങ്ങി വന്ന കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അത്തരത്തിലൊരു കാര്യം പോലും ഇന്നുണ്ടായിട്ടില്ല. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ചും ഇന്ന് ഒരുപക്ഷെ ഒരു നിർണായകമായ ഒരു ദിവസമാണ്. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ഒരു MLA ആയിട്ട് പാലക്കാട് ഒരു MLA ആയിട്ട് മാറുന്നു. അതിനുശേഷം ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. വിവാദങ്ങൾക്ക് പിന്നാലെ വലിയ രീതിയിൽ പോരാട്ടങ്ങളൊക്കെ നടത്തി നേടിയെടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം രാജിവെച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ, അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഒരു ബ്ലോക്കായിട്ട് വരുമോ എന്നുള്ളത് തന്നെയാണ് നോക്കുകയും ചെയ്യുന്നത്. അതേ മറ്റെന്തെങ്കിലും ഒരു കടുത്ത തീരുമാനങ്ങൾ രാഹുൽ എടുക്കുമോ എന്നുള്ളതും നോക്കുന്നത്.